ഹായ് കൂട്ടുകാരെ, ഹായ്, ഹലോ, കേൾക്കാമോ? അവൻ്റെ ഒക്കെ ഇരിപ്പ് കണ്ടാൽ തോന്നും അവനതാണ്ട് നഷ്ടപ്പെടുത്തിയിട്ട് വന്നിട്ടുണ്ടെന്ന്. കണ്ടില്ലയോ അവൻ ഇരിക്കുന്ന ഇരിപ്പ്? വലിയ വിഷമിച്ച് കാലും നീട്ടി കൈയും പുറകി കൊടുത്തൊരു ഇരിപ്പ്. ആന്നോടാ, എന്തുവാ കാര്യം? ഓ, പപ്പായുടെ മമ്മിയുടെ അടി കേട്ടോ? എന്തുവാ? ആഹാ, പപ്പായും മമ്മിയും ഇന്ന് ബാർബിക്യൂ മേടിച്ചു തന്നില്ലെന്നോ? പിന്നെ എന്തോ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചേ? ഫ്രൈഡ് റൈസ് ആയിരുന്നോ? ബാർബിക്യൂ മേടിച്ച് തന്നില്ല എന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കുക ഇല്ലയോ? കുഞ്ഞുങ്ങളെ, നിങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കിയാൽ ഇതൊന്നും കിട്ടാത്ത എത്ര കുഞ്ഞുങ്ങളുണ്ടെന്നറിയാമോ? ഭക്ഷണം കിട്ടാത്ത 3 ദിവസം 4 ദിവസം 5 ദിവസമായി ഭക്ഷണം കഴിക്കാത്ത എത്ര കുഞ്ഞുങ്ങളുണ്ടെന്നറിയാമോ? നമുക്ക് ഇതെല്ലാം ദൈവം തരുമ്പോൾ സ്തോത്രത്തോടെ ഇത് മമ്മി പ്രിപ്പയർ ചെയ്ത് എന്ത് കഷ്ടപ്പാടോടുകൂടെയാണ് നമുക്ക് തരുന്നത്. അവർ രാവിലോട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു, കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഡ്രസ്സ് തരുന്നു, ഭക്ഷണം തരുന്നു, എല്ലാം റെഡിയാക്കി തരുന്നു. മമ്മിയോട് ഇന്ന് വരെയെങ്കിലും താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? ഇതെല്ലാം തന്ന ദൈവത്തിനോട് താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? മമ്മിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട്, പപ്പായിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് ഐ ലവ് യു പപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഐ ലവ് യു മമ്മി എന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്കറിയാം. അതുകൊണ്ട് ആ പുറകിരിക്കുന്ന നവീൻ ഇരുന്ന് ചിരിക്കുന്നു. ഞാൻ പലരോടും ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് പപ്പായോടും മമ്മിയോടും പറഞ്ഞിട്ടില്ല. പപ്പായിക്കും മമ്മിക്കും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം. എന്നിട്ട് പറയണം, പപ്പ ഐ ലവ് യു, മമ്മി ഐ ലവ് യു, താങ്ക് യു താങ്ക് യു. അങ്ങനെയെങ്കിൽ പപ്പായെയും മമ്മിയെയും ഭക്ഷണവും വസ്ത്രവും എല്ലാം തന്ന ദൈവത്തെ കെട്ടിപ്പിടിച്ച് പറയാൻ പറ്റണം, ഐ ലവ് യു ജീസസ്, താങ്ക് യു ജീസസ്. പറഞ്ഞിട്ടുണ്ടോ? യെസ്, അത് പറയാൻ സാധിക്കണം. കാരണം ഇതെല്ലാം തമ്പുരാൻ കനിഞ്ഞു തരുന്നതാ, ജീവിതവും കനിഞ്ഞു തന്നതാ. ഈ ജീവിതം ദൈവത്തെ പാടി സ്തുതിപ്പാൻ, ദൈവത്തെ അടുത്തറിയാൻ ഇടയാകണം. അങ്ങനെയെങ്കിൽ നമ്മുടെ പാട്ടുകളും നമ്മുടെ ബൈബിൾ ലെസൺസും ഒക്കെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ സെഗ്മെൻറ്റ് ഒന്നായി പാടാം. ഹലോ കൂട്ടുകാരെ, വീണ്ടും ഒരു ദിവസം നമ്മൾ കണ്ടുമുട്ടുന്നല്ലേ? എവിടെയോ എന്നാ നമ്മൾ കണ്ടുമുട്ടിയ? കഴിഞ്ഞ ആഴ്ച. അതെ. എന്നാൽ പിന്നെ അന്നത്തെ പോലെ നല്ലൊരു പാട്ട് ഇന്നും നമുക്ക് പഠിക്കാം. ബൈ ദ വേ, സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? ക്ലാസ്സുകളൊക്കെ നന്നായി നടക്കുന്നു എന്ന് തോന്നുന്നല്ലേ? എനിവേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നല്ലൊരു പാട്ടുമായിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുകയാണ്. പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിലർക്കൊക്കെ ഇഷ്ടപ്പെടത്തില്ല, കാരണം എല്ലാവരും ഇപ്പോൾ ഇന്ന് ആഷ് ബുഷുകാരാണല്ലോ, ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ. ഇതൊരു മലയാളം പാട്ടാണ്. പക്ഷേ മലയാളം പാട്ടാണെങ്കിലും നമ്മൾ വെറുതെ ഒത്തിരി ക്ലാസിക്കൽ മ്യൂസിക്കൊന്നുമല്ല, സാധാരണ അടിച്ചുപൊളി മലയാളം പാട്ട് തന്നെയാണ്. നമുക്ക് മലയാളം പാട്ടിൻ്റെ മെസ്സേജ് ഇതാണ്: ദൈവം നിങ്ങളെല്ലാവരെയും കാണുന്നുണ്ട്. ഒരു ചിലരൊക്കെ നോക്കുന്നു, എന്നെ ഇപ്പം കാണുന്നുണ്ട്. അതെ, ഇപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലായ്പ്പോഴും ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ചെയ്യുന്നതൊക്കെ അറിയുന്നുണ്ട്. ഈ 2 കാര്യങ്ങളെ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പാട്ട് ഇപ്പോൾ ഇങ്ങോട്ട് ഇറക്കിയിരിക്കുന്നത്. കാണുന്നുണ്ടേ, ദൈവമെല്ലാം കാണുന്നുണ്ടേ, അറിയുന്നുണ്ടേ, ദൈവമെല്ലാം അറിയുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഈ പാട്ടിലെ മെയിൻ മെസ്സേജ്. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണമെന്നറിയാമോ? നമ്മുടെ ജീവിതം വളരെ നന്നായി ജീവിക്കാൻ ശ്രമിക്കുക. ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടല്ലേ? ചിലർക്കൊക്കെ പുതിയ ഡ്രസ്സൊക്കെ കിട്ടണം, അല്ലെങ്കിൽ പുതിയ ഷൂസ് വേണം, അല്ലെങ്കിൽ പുതിയ ഇപ്പോൾ എല്ലാവർക്കും വലിയ ഫോണൊക്കെ വേണമെന്നാണ് വലിയ ആഗ്രഹങ്ങൾ. ഇതൊന്നും അല്ല അനുഗ്രഹങ്ങൾ. ഇതൊക്കെ ഈ ലോകത്തിലുള്ള ചില മെറ്റീരിയൽസ് എന്നേ ഉള്ളൂ, അല്ലേ? ചില സാധനങ്ങൾ എന്നേ ഉള്ളൂ. ഇതൊക്കെ പൊട്ടിപ്പോകാം, അല്ലേ? പക്ഷേ ദൈവം നമുക്ക് എന്തും വേണ്ടി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. രാവിലെ കണ്ണ് തുറക്കാൻ പറ്റിയില്ലേ? എണീറ്റപ്പം കൈയൊക്കെ എടുത്ത് ബ്രഷ് ചെയ്യാൻ പറ്റിയില്ലേ? നടന്നിറങ്ങാൻ പറ്റിയില്ലേ? എന്തെല്ലാം അനുഗ്രഹങ്ങളാണല്ലേ? ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത എത്രയോ പേര് ലോകത്തുണ്ട്. എനിവേ, നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ പാട്ടിലേക്ക് അങ്ങോട്ട് കയറി ഇറങ്ങാം, അല്ലേ? നല്ല ആക്ഷനൊക്കെ കളിക്കാൻ റെഡിയാണോ? ഓടിപ്പോണ്ട, അവിടെ തന്നെ ഇരുന്ന് ആക്ഷൻ കളിച്ചാൽ മതി. ഓക്കെ, എന്നാൽ പിന്നെ ഇന്നത്തെ പാട്ട് ഞാൻ നിങ്ങൾക്ക് കൊണ്ട് പരിചയപ്പെടുത്താം. പാട്ടിൻ്റെ പേര് കാണുന്നുണ്ടേ കാണുന്നുണ്ടേ. മ്യൂസിക്കൊക്കെ ഇട്ട് നമുക്കൊണ്ട് പാടി നോക്കാം. ഓക്കെ, ശരി. One, two, three, four. കാണുന്നുണ്ടേ കാണുന്നുണ്ടേ,
ദൈവം എല്ലാം കാണുന്നുണ്ടേ, അറിയുന്നുണ്ടേ, അറിയുന്നുണ്ടേ, ദൈവം എല്ലാം അറിയുന്നുണ്ടേ. പാടിക്കോ. കാണുന്നുണ്ടേ, കാണുന്നുണ്ടേ, ദൈവം എല്ലാം കാണുന്നുണ്ടേ, അറിയുന്നുണ്ടേ, അറിയുന്നുണ്ടേ, ദൈവം എല്ലാം അറിയുന്നുണ്ടേ. അലസമായി നാം പോകരുതേ, ക്രൂരമായി പെരുമാറരുതേ. അലസമായി നാം പോകരുതേ, ക്രൂരമായി പെരുമാറരുതേ. ദൈവം തന്നൊരു ജീവിതം, അത് നന്നായി ജീവിപ്പിൻ. കാണുന്നുണ്ടേ, പഠിക്കൂ. കാണുന്നുണ്ടേ, ദൈവം എല്ലാം കാണുന്നുണ്ടേ, അറിയുന്നുണ്ടേ, അറിയുന്നുണ്ടേ, ദൈവം എല്ലാം അറിയുന്നുണ്ടേ. കൊള്ളാമല്ലേ പാട്ട്? പഠിച്ചു വരുന്നുണ്ട്. വെറും കൈയായി വന്നതല്ലേ, വെറും കൈയായി പോവുകില്ലേ. വെറും കൈയായി വന്നതല്ലേ, വെറും കൈയായി പോവുകില്ലേ. ദൈവം തന്നൊരു ജീവിതം, അത് നന്നായി ജീവിപ്പിൻ. ഹേയ്, കാണുന്നുണ്ടേ, കാണുന്നുണ്ടേ, ദൈവം എല്ലാം കാണുന്നുണ്ടേ, അറിയുന്നുണ്ടേ, അറിയുന്നുണ്ടേ, ദൈവം എല്ലാം അറിയുന്നുണ്ടേ. കാണുന്നുണ്ടേ, കാണുന്നുണ്ടേ, ദൈവം എല്ലാം കാണുന്നുണ്ടേ, അറിയുന്നുണ്ടേ, അറിയുന്നുണ്ടേ, ദൈവം എല്ലാം അറിയുന്നുണ്ടേ. കൊള്ളാം കൂട്ടുകാർ. അതിൻ്റെ കോറസ് നന്നായിട്ട് കൊണ്ട് പാടി ഉല്ലസിച്ച് മനസ്സിലാക്കിയിട്ടൊന്ന് പിടിയിട്ടി. അപ്പോൾ കോറസ് നമുക്ക് ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ല, എന്നാലും പറഞ്ഞുതരാം. കാണുന്നുണ്ടേ, കാണുന്നുണ്ടേ, ദൈവം എല്ലാം കാണുന്നുണ്ടേ, അറിയുന്നുണ്ടേ, അറിയുന്നുണ്ടേ, ദൈവം എല്ലാം അറിയുന്നുണ്ടേ. കൊള്ളാം. നിങ്ങളെല്ലാവരും കൂടെ തന്നെ പാടി, വളരെ നന്നായിരിക്കുന്നു. നമുക്കെൻ്റെ സ്റ്റാൻസ പോർഷൻ മാത്രം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ലൈൻ ബൈ ലൈൻ ഞാൻ പറയാം. അലസമായി നാം പോകരുതേ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിൽ പലരും രാവിലെ കട്ടിലേ എണ്ണിക്കാൻ തന്നെ വളരെ പാടാണല്ലേ. മമ്മിയോ പപ്പായോ വന്ന് കാലയെ പിടിച്ച് വലിച്ചിറക്കിയായിരിക്കും, അല്ലെ ചിലപ്പോൾ വെള്ളം കോരി തലയിൽ ഒഴിച്ചിട്ടായിരിക്കും നിങ്ങളൊക്കെ എണ്ണിപ്പിക്കുന്നത്. അങ്ങനെ അലസരായിട്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല അല്ലേ. നമ്മൾ നല്ലോണം ഉത്സാഹിച്ച് മുന്നോട്ട് നീങ്ങണം. നമ്മൾ പഠിക്കുന്ന കാര്യത്തിലും നമ്മുടെ കഴിവുകൾ പ്രകടിക്കുന്ന കാര്യത്തിലും നമ്മുടെ എന്ത് കാര്യങ്ങളും സ്പോർട്സിലായാലും ആർട്സിലായാലും എല്ലാത്തിലും നമ്മൾ നമ്മുടെ ദൈവം തന്നിരിക്കുന്ന ടാലൻസ്, കഴിവുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് വെറുതെ അലസരായിട്ട്, വെറുതെ ലേസി ആയിട്ട് വീട്ടിൽ കുത്തിയിരിക്കരുത്. ഇന്നത്തെ എല്ലാവരുടെയും ഒരു ഹോബിയാണ് സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്ന് ഇതും കണ്ടുകൊണ്ട് ചിലപ്പോൾ ഇരിക്കും അല്ലേ. എന്തോന്ന് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നാൽ മതിയല്ലോ. അല്ലെ സ്കൂളിൽ പോയി വീട്ടിൽ വന്ന ഉടനെ ഇതെടുക്കും. പേരൻസിൻ്റെയോ അല്ലെ സ്വന്തമായിട്ട് കാണും പലർക്കും. ഫോണ്, ടാബ് അല്ലെങ്കിൽ ഐഫോൺ എല്ലാം കാണും കയ്യിൽ അല്ലേ. അതൊക്കെ കണ്ടുകൊണ്ട് വെറുതെ സമയം ഒരുപാട് കളയാതെ കുറച്ചൊക്കെ കണ്ടോ, എന്നിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് മുന്നോട്ട് നീങ്ങണം. അപ്പം അലസമായി നാം പോകരുതേ. പിന്നെ എന്താണ്? ക്രൂരമായി പെരുമാറരുതേ. ക്രൂരമായി എന്ന് വെച്ചാൽ എന്താ? വളരെ ദേഷ്യത്തോടുകൂടിയൊക്കെ നമ്മൾ പലപ്പോഴും പെരുമാറാറുണ്ട് അല്ലേ. നമ്മുടെ പേരൻസിനോട് ചിലപ്പം തട്ടിക്കയറാറുണ്ട്. എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാൽ ദേഷ്യപ്പെടാറും. ചിലതൊക്കെ തല്ലി അങ്ങ് പൊട്ടിക്കും. ചിലരൊക്കെ TV ഓഫ് ചെയ്താൽ റിമോട്ടം തന്നെ ഓടിക്കും അല്ലേ. അങ്ങനത്തെ സ്വഭാവക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ വെറുതെ ക്രൂരമായിട്ട് പെരുമാറരുത്. ദൈവം നമുക്ക് തന്നിട്ടുള്ള ജീവിതം നന്നായിട്ട് ജീവിക്കണം. ദൈവം തന്നൊരു ജീവിതം, അത് നന്നായി ജീവിപ്പിൻ. അപ്പോൾ ഈ സ്റ്റാൻസ പോർഷൻ നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. റെഡി? 1 2 3 4. അലസമായി നാം പോകരുതേ. കറക്റ്റ്. ക്രൂരമായി പെരുമാറരുതേ. അലസമായി നാം പോകരുതേ, ക്രൂരമായി പെരുമാറരുതേ. ദൈവം തന്നൊരു ജീവിതം, അത് നന്നായി ജീവിപ്പിൻ. എന്നിട്ട് അടുത്തൊരു സെക്ഷനോടെ ഉണ്ടല്ലോ. വെറും കൈയായി വന്നതല്ലേ. പഠിക്കേ. വെറും കൈയായി വന്നതല്ലേ. പിന്നെ വെറും കൈയായി പോവുകില്ലേ. അതിന് 2 പ്രാവശ്യം പാടുന്നു. വെറും കൈയായി വന്നതല്ലേ, വെറും കൈയായി പോവുകില്ലേ. ദൈവം തന്നൊരു ജീവിതം, അത് നന്നായി ജീവിപ്പിൻ. ഇത്രയുള്ള സംഗതി. പാട്ട് മനസ്സിലായ സ്ഥിതിക്ക് നമുക്കിതിൻ്റെ ആക്ഷനൂടെ പെട്ടെന്ന് അങ്ങോട്ട് പഠിച്ചാലോ. ഏതോ ഒരു പാട്ടിന് നമ്മൾ ക്യാൻ യു സീ ഹിം ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞതുപോലെ കാണുന്നുണ്ടേ, കാണുന്നുണ്ടേ. പിടിയിട്ടില്ലോ? അത് തന്നെ. അപ്പോൾ നമുക്ക് ഒന്ന് കാണിക്കാം. കാണുന്നുണ്ടേ,
കാണുന്നുണ്ടേ. പിന്നെ ദൈവം എല്ലാം കാണുന്നുണ്ടേ. ഇത്രേ ഉള്ളൂ അതിൻ്റെ ആക്ഷൻ. പിന്നത്തേതെന്താണ്? അറിയുന്നുണ്ടേ. അറിയുന്നുണ്ടേ. പേരൻസ് ഒക്കെ പണ്ട് പറയാം ഇങ്ങനെ കാണുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ. അറിയുന്നുണ്ടേ, അറിയുന്നുണ്ടേ. ദൈവം എല്ലാം അറിയുന്നുണ്ടേ. കാണുന്നുണ്ടേ. പാടിക്കൂ. കാണുന്നുണ്ടേ. ദൈവം എല്ലാം കാണുന്നുണ്ടേ. അറിയുന്നുണ്ടേ. കറക്റ്റ്. അറിയുന്നുണ്ടേ. ദൈവം എല്ലാം അറിയുന്നുണ്ടേ. പിന്നെ അലസമായിട്ട് നിങ്ങളെങ്ങനെയാ സാധാരണ നടക്കാറ്? അലസമായിട്ടാരും നടക്കാറില്ല, കിടക്കാറേ ഉള്ളൂ. എന്നാലും നടപ്പിൻ്റെ ഒരു രീതിയിൽ നമ്മൾ അലസമായി നാം പോകരുതേ. അതെ, അവിടെ നിന്ന് എണ്ണീറ്റ് ഇങ്ങനെ അലസമായിട്ട് തോളൊക്കെ ഒന്ന് പൊക്കി വളരെ വയ്യാത്ത രീതിയിൽ നടക്കുക. അലസമായി നാം പോകരുതേ. പിന്നെ ക്രൂരമായിട്ട് പെരുമാറുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തൊട്ടപ്പുറത്ത് ബ്രദറോ സിസ്റ്ററോ ഒക്കെ ഉണ്ടെങ്കിൽ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഇടിക്കുന്ന പോലെ ഇടിക്കരുത്, ഇടിക്കുന്ന പോലെ കാണിച്ചാൽ മതി. ക്രൂരമായി പെരുമാറരുതേ. അലസമായി നാം പോകരുതേ. ക്രൂരമായി പെരുമാറരുതേ. ദൈവം തന്നൊരു ജീവിതം അത് നന്നായി ജീവിപ്പിൻ. നന്നായി എന്ന് പറഞ്ഞാൽ ഈ സൈൻ അറിയത്തില്ലേ, നല്ലത് അത് തന്നെ. ദൈവം തന്നൊരു ജീവിതം അത് നന്നായി ജീവിപ്പിൻ. കറക്റ്റ്, വെരി ഗുഡ്. കാണുന്നുണ്ടേ, കാണുന്നുണ്ടേ. ആ പോർഷൻ അങ്ങനെ അങ്ങോട്ട് പോകും. നിങ്ങൾക്ക് മനസ്സിലായതാണ്. നമുക്ക് ലാസ്റ്റ് പോർഷനോടെ പഠിച്ചാലോ? വെറും കൈയായി വന്നതല്ലേ. നമുക്ക് എല്ലാവർക്കും കൈ ഉണ്ടല്ലോ, കയ്യിലൊന്നും ഇല്ലല്ലോ ഇപ്പം. വെറും കൈയായി വന്നതല്ലേ. മുന്നോട്ട് ചെറുതായിട്ടൊന്ന് ചാടുക. വെറും കൈയായി പോവുകില്ലേ. ബാക്കിലോട്ട്. വെറും കൈയായി മുന്നോട്ട് ചാടുന്നു, വെറും കൈയായി പുറകോട്ട് ചാടുന്നു. ദൈവം തന്നൊരു ജീവിതം അത് നന്നായി ജീവിപ്പിൻ. അത് സെയിം പോർഷനാണ് അല്ലേ. അപ്പോൾ വെറും കൈയായി ചാടുന്നു, വെറും കൈയായി പോകുന്നു അല്ലേ. റെഡി? എന്തി പിന്നെ നമുക്ക് ആദ്യം തൊട്ട് മ്യൂസിക്കൊക്കെ ഇട്ട് ഈ പാട്ട് ഫുൾ അങ്ങോട്ട് പാടാം. ആർ യു റെഡി? എല്ലാവർക്കും പാട്ട് പിടികിട്ടിയോ? എന്നാൽ എല്ലാവരും നെണ്ണീറ്റ് നിന്നേ അവിടെ, എങ്കിൽ ഈ ആക്ഷനൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റുന്നു. ശരി, നല്ല സ്റ്റാർട്ട്. പറഞ്ഞ പോലെ തന്നെ കൈ കൊട്ടാം. ചിലപ്പോൾ സ്പീഡ് കൊട്ടുന്നവരുണ്ട്, ചിലപ്പോൾ 1 2 3 4. കാണുന്നുണ്ടേ, കാണുന്നുണ്ടേ. ദൈവം എല്ലാം കാണുന്നുണ്ടേ. അറിയുന്നുണ്ടേ, അറിയുന്നുണ്ടേ. ദൈവം എല്ലാം അറിയുന്നുണ്ടേ. കാണുന്നുണ്ടേ, കാണുന്നുണ്ടേ. ദൈവം എല്ലാം കാണുന്നുണ്ടേ. അറിയുന്നുണ്ടേ, അറിയുന്നുണ്ടേ. ദൈവം എല്ലാം അറിയുന്നുണ്ടേ. അലസമായി നാം പോകരുതേ. ക്രൂരമായി പെരുമാറരുതേ. അലസമായി നാം പോകരുതേ. ക്രൂരമായി പെരുമാറരുതേ. ദൈവം തന്നൊരു ജീവിതം അത് നന്നായി ജീവിപ്പിൻ. വെരി ഗുഡ്. കാണുന്നുണ്ടേ, കാണുന്നുണ്ടേ. ദൈവം എല്ലാം കാണുന്നുണ്ടേ. അറിയുന്നുണ്ടേ, അറിയുന്നുണ്ടേ. ദൈവം എല്ലാം അറിയുന്നുണ്ടേ. കൊള്ളാം. 3 4. വെറും കൈയായി വന്നതല്ലേ. വെറും കൈയായി പോവുകില്ലേ. വെറും കൈയായി വന്നതല്ലേ. വെറും കൈയായി പോവുകില്ലേ. ദൈവം തന്നൊരു ജീവിതം അത് നന്നായി ജീവിപ്പിൻ. ഹേയ്, കാണുന്നുണ്ടേ, കാണുന്നുണ്ടേ. ദൈവം എല്ലാം കാണുന്നുണ്ടേ. അറിയുന്നുണ്ടേ, അറിയുന്നുണ്ടേ. ദൈവം എല്ലാം അറിയുന്നുണ്ടേ. കാണുന്നുണ്ടേ, കാണുന്നുണ്ടേ. ദൈവം എല്ലാം കാണുന്നുണ്ടേ. അറിയുന്നുണ്ടേ, അറിയുന്നുണ്ടേ. ദൈവം എല്ലാം അറിയുന്നുണ്ടേ. കൊള്ളാം മക്കളെ, കൊള്ളാം കൊള്ളാം കൊള്ളാം. നന്നായിട്ട് ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്നു. എങ്കിലും ഓർക്കുക, ദൈവം നമ്മളെ കാണുന്നുണ്ട്. ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. നമ്മുടെയൊക്കെ മുടി എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കറിയാമോ? നമുക്കറിയില്ല, ദൈവത്തിനറിയാം അല്ലേ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ദൈവത്തിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുക. നല്ല രീതിയിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് അല്ലേ. സോ ഓൾ ദ ബെസ്റ്റ് കുഞ്ഞുങ്ങളെ. ഇന്നത്തെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച നല്ലൊരു പാട്ടുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓൺ ദാറ്റ് ഹാപ്പി നോട്ട്, താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു.
യെശയ്യാ പ്രവചനത്തിൽ പറയുന്നു, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നുവല്ലോ. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ആരും എന്നെ കാണുന്നില്ല എന്നുള്ളതാണ് ചിന്ത. പക്ഷെ പാടിയ പാട്ടെന്താ? കാണുന്നുണ്ട്, യേശു കാണുന്നുണ്ട്. ഞാനും നിങ്ങളും ചെയ്യുന്ന എല്ലാ തെറ്റും, എല്ലാ കുറവും, എല്ലാ നന്മയും ആര് കാണുന്നുണ്ട്? യെസ്, എൻ്റെ രക്ഷകൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ, എന്നെ സൃഷ്ടിച്ച ഉടയവൻ കാണുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? പപ്പായും മമ്മി അനുസരിക്കുന്നുണ്ടോ? ഇല്ല. ആര് കാണുന്നുണ്ട്? യെസ്. കള്ളം പറയുന്നുണ്ടോ? യെസ്, അത് കാണുന്നുണ്ട്. ചെയ്യുന്ന എല്ലാ തെറ്റും നന്മയും കാണുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ കുഞ്ഞുങ്ങളെ, തെറ്റുകളെ വിട്ട് നന്മയെ പിന്തുടരാം. എല്ലാം മാറ്റിവെച്ച്, കളമെല്ലാം മാറ്റിവെച്ച്, പൊള്ളത്തരങ്ങളെല്ലാം മാറ്റിവെച്ച് രക്ഷിതാവിനെ പിന്തുടരാം. റെഡിയാണോ? യെസ്. അടുത്ത സെഗ്മെൻറ്റിലോട്ട് പോകാം, കഥയിലൂടെ. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പുതിയ കഥ കേട്ടാലോ? നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ, അയ്യോ എനിക്ക് വയ്യ, എന്നെക്കൊണ്ടിത് പറ്റത്തില്ല, എന്നെക്കൊണ്ടിത് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ളൊരു പേടി നിങ്ങൾക്കുണ്ടോ? എല്ലാവർക്കും കാണും. പക്ഷേ ഒരു സാധാരണക്കാരനായ ഒരാളെ വലിയ ഒരു ജനത്തെ നയിക്കുന്ന ഒരാളാക്കി മാറ്റിയ ഒരു കഥ നമുക്ക് കേട്ടാലോ? അതേ കൂട്ടുകാരെ, നമ്മുടെ വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു കഥയുണ്ട്. ഈജിപ്തിൽ മോശ എന്ന ഒരാൾ ജീവിച്ചിരുന്നു. അദ്ദേഹം ആ സമയത്ത് ഇസ്രായേൽ ജനങ്ങൾ ഈജിപ്തിൽ അവരുടെ അടിമത്തത്തിൽ കഴിയുന്ന കാലഘട്ടത്തിലായിരുന്നു. ഈ മോശയുടെ ജോലി എന്താണെന്നറിയാമോ? അവിടെയുള്ള ആടുകളെ എല്ലാം കൂട്ടി മേയ്ക്കാൻ പോവുകയും അവരെ നോക്കുകയൊക്കെ ആയിരുന്നു ഈ മോശയുടെ ജോലി. അപ്പോൾ എന്നും ഈ മോശ ഈ ആടിനെ കൊണ്ടെല്ലാം ഉള്ള മലകളിലും എല്ലാം കൊണ്ടുപോകായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ മോശ ഈ ആടുകളെല്ലാം വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പോയി അവരെ മെയ്യാൻ വിട്ടിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ദൂരെ ഒരു തീ കത്തുന്നത് നമ്മുടെ മോശ കണ്ടു. മോശ ഞെട്ടിപ്പോയി. അയ്യോ, വലിയ തീ വരുന്നു, ഇനി എന്തു ചെയ്യും? അങ്ങനെ ആ തീയുടെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ തീ മാത്രമേ കത്തുന്നുള്ളൂ. ആ തീ കത്തുന്ന മുൾപടർപ്പ് കത്തുന്നില്ല. ആ മുൾച്ചെടി ഒരു കുഴപ്പമില്ലാതെ കത്തി എരിയാതെ നിൽക്കുകയാണ്. തീ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതെങ്ങനെ സംഭവിക്കും? നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിൽ തീ കൊടുത്താൽ എന്ത് സംഭവിക്കും? ആ പേപ്പർ മുഴുവൻ കത്തി നാശമാവും അല്ലേ? കത്തി കരിഞ്ഞില്ലാതായി പോവും. പക്ഷേ മോശ കണ്ടത് എന്താണെന്നറിയാമോ? തീ കത്തുന്നുണ്ട്, പക്ഷെ ഒരില പോലും ആ ചെടിയിൽ നിന്നും കരിഞ്ഞു പോകുന്നില്ല. മോശ ഞെട്ടിപ്പോയി. ഇതെങ്ങനെ സാധിക്കും? മോശ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. നിന്നെ ഞാൻ തിരഞ്ഞെടുക്കുന്നു. ഈജിപ്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുവാൻ ദൈവം നിന്നെയാണ് ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. മോശ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാനോ? എനിക്കതിനുള്ള കഴിവില്ല ദൈവമേ, എനിക്ക് ഭയമാണ്, എനിക്ക് പേടിയാണ്, എനിക്കത് കഴിയില്ല ഇതെല്ലാം പറഞ്ഞു. ഒരുപാട് ഒഴിവ് കഴിവുകൾ ദൈവത്തോട് പറഞ്ഞു. പക്ഷെ ദൈവം സമ്മതിച്ചില്ല. നീ തന്നെയാണ് ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനങ്ങളെ രക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ മോശ സമ്മതിച്ച് തിരികെ പോയിട്ട് ആ ഈജിപ്തിലെ ജനങ്ങളെല്ലാം നമ്മുടെ ഈ മോശ രക്ഷിച്ചു. ഈ കഥയിൽ നമുക്ക് എന്ത് പഠിക്കാൻ കഴിയും? നമ്മളൊരു സാധാരണക്കാരനാണല്ലേ? മോശയും ഒരു സാധാരണക്കാരനായിരുന്നു. പല പ്രശ്നങ്ങളെല്ലാം ആ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാം ചെയ്യാനുള്ള കഴിവുകളൊന്നും ആ മോശയ്ക്കില്ലായിരുന്നു. നമുക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുകളൊന്നും നമുക്ക് കാണില്ല. എന്നാലും നമ്മുടെ കഴിവുകളെ ഉപയോഗിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം നമുക്ക് വേണം അല്ലേ? ആ ധൈര്യമാണ് ദൈവം മോശയ്ക്ക് നൽകിയത്. ഈ കഥയിൽ നിന്ന് അതാണ് നമ്മൾ പഠിക്കുന്നത്. ദൈവത്തോടു കൂടെ നടന്നാൽ നമ്മൾ ധൈര്യം പ്രാപിക്കും. നമ്മളെ വലിയ കാര്യം ചെയ്യുവാനുള്ള ഒരു വലിയ മനുഷ്യനായി മാറ്റുവാനുള്ള കഴിവ് നമ്മുടെ ദൈവത്തിനുണ്ട്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇനി എന്ത് ചെയ്യുവാനും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം കേട്ടോ. താങ്ക് യു. ഓ, എന്ത് നല്ലൊരു കഥയാണ് കേട്ടത്. മോശയും മുൾപടർപ്പും. നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു പേപ്പറിനോ
വേസ്റ്റിനോ തീ ഇട്ടാൽ അതങ്ങ് കത്തി ചാമ്പലാവും, ആഷസ് ആകും. പക്ഷെങ്കിൽ മോശ നോക്കുമ്പോൾ മുൾപടർപ്പ് കത്തുന്നുണ്ട്, അത് ചാമ്പലാകുന്നില്ല. ഓ വാട്ട് എ സൈറ്റ്! നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, കത്തുന്നുണ്ട്, ചാമ്പലാകുന്നില്ല. മോശയോട് പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ ചെരുപ്പുകൾ ഊരിടുക. ഇറ്റ്സ് എ കോൾ ഫ്രം ഗോഡ്, ഇറ്റ്സ് എ സൈൻ ഫ്രം ഗോഡ്. ഒരു സൈനാണ് ദൈവം കാണിച്ചു തന്നത്, ഒരു വിളിയാണ് മോശയെ വിളിച്ചത്. ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ കൂടെയും പ്രകൃതിയിലൂടെയും പലതും നമ്മളെ കാണിച്ച് നമ്മളെ വിളിക്കുന്നുണ്ട്. യു ബിലോങ്സ് ടു ഗോഡ്. ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാനും നിങ്ങളും തയ്യാറാണോ? അതാണ്ട് എല്ലാവരും കൈപോക്കുന്നു. തയ്യാറാ, അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കാഴ്ചവെക്കാൻ ദൈവം തമ്പുരാൻ കൃപ നൽകട്ടെ. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. കേൾക്കാം, അനുസരിക്കാം. ഓ, ഇവൻ മടുത്തെന്നാ പറയുന്നത്. എന്തോ മടുത്തെന്നാ? ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് മടുത്തു. ഫ്രൂട്ട്സ് കഴിച്ചാൽ ആരെങ്കിലും മടുപ്പ് വരുമോ? നല്ല ഫുഡല്ലേ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. എപ്പോ നോക്കിയാലോ പഴം എനിക്ക് വേണ്ട. ഓ, നീ ഇങ്ങനെ ഷൗട്ട് ചെയ്യാതെ കൂട്ടുകാരാ. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് ജങ്ക് ഫുഡ് മതി. ജങ്ക് ഫുഡോ? ഈ വാക്ക് നിനക്ക് എവിടെ നിന്ന് കിട്ടി, ജങ്ക് ഫുഡ്? അതെ, എന്റെ കൂട്ടുകാരെല്ലാം അതാ കഴിക്കുന്നത്. ഇവൻ്റെ കൂട്ടുകാരെല്ലാം കാട്ടിൽ നിന്ന് പോയി അതാ കഴിക്കുന്നതെന്ന്. കൂട്ടുകാരാ, നിനക്ക് നല്ല ഫ്രൂട്ട്സ് കഴിക്കുന്നതല്ലേ നല്ലത്. എപ്പോഴും അതാ ഭംഗി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിനും നമ്മുടെ വയറിനും ഒക്കെ നല്ല അതാ. അതെ, ഈ ഇത്ര ചിക്കനും മട്ടനും കഴിച്ചാലല്ലേ ഒരു സുഖമുള്ളൂ. ചിക്കനും മട്ടനും കഴിച്ചാലേ ഒരു സുഖമുള്ളെന്നോ? ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുപോലെ വാശി പിടിക്കാറുണ്ടോ? നമ്മുടെ ഇവനുണ്ടല്ലോ, നമ്മുടെ കുക്കു, ഇപ്പം എല്ലാ ദിവസവും വാശിയാണ്. എല്ലാ ദിവസവും പുറത്ത് പോയി കഴിക്കണമെന്ന്. ഇവൻ എൻ്റെ കൂടെ വന്നത് പിന്നെ ഇവന് ഞാൻ വീട്ടിലെ ഭക്ഷണം കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നത്. നല്ല ഫ്രൂട്ട്സൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. കഴിച്ച് മടുത്തു എന്നാണ് പറയുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുപോലെ അമ്മയോടും അപ്പയോടും ഒക്കെ പറയാറില്ലേ, കഴിച്ച് മടുത്തു? ആദ്യം ആഴ്ചയിൽ ഒരിക്കൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കാൻ തീരുമാനിക്കും, പിന്നെ എല്ലാ ദിവസവും വാങ്ങിക്കും. പൊറോട്ട. ഇവന് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ദിവസവും ഇവന് പൊറോട്ട കൊടുത്താൽ ഏറ്റവും നല്ലതെന്നാണ് ഇവൻ പറയുന്നത്. പൊടി, അതിൻ്റെ കൂടെ കിട്ടുന്ന പൊടി. ഫ്രണ്ട്സ്, ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ടിൻ ഫുഡ് അല്ലെങ്കിൽ ഹോട്ടൽ ഭക്ഷണങ്ങൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കാറുണ്ടോ? എന്നും കഴിക്കണമെന്ന കൂട്ടുകാരും ഉണ്ട്. എന്നാൽ ചില കൂട്ടുകാർ പറയും, ഫ്രൂട്ട്സ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ഉള്ളതല്ലേ, അത് കഴിച്ചോളും, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ ജങ്ക് ഫുഡ് കൊണ്ടുള്ള ചില ദോഷങ്ങളെയാണ് നിങ്ങളെ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അത് ദോഷമൊന്നുമില്ല, നല്ലത് മാത്രമേ ഉള്ളൂ. ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ നീ പറയണേ ദോഷമുണ്ടോ നന്മയുണ്ടോ എന്ന്. എല്ലാ ദിവസവും ജങ്ക് ഫുഡ് കഴിച്ചാൽ ഫാറ്റ് കണ്ടൻ്റുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. ഒരുപാട് ഉപ്പ് കണ്ടൻ്റുള്ള ഫുഡാണ് കഴിക്കുന്നത് ജങ്ക് ഫുഡുകൾ, ടിൻ ഫുഡുകളിലൊക്കെ. അപ്പം ആ തരത്തിലുള്ള ഫൈബർ കണ്ടൻറ്റ് കുറഞ്ഞ ഫുഡുകൾ കഴിക്കുമ്പം നമ്മുടെ ശരീരത്തിന് ദോഷം ഉണ്ടാകത്തില്ലേ? അതെങ്ങനെ ദോഷം ഉണ്ടാകുന്നത്? ദോഷം ഉണ്ടാകുക തന്നെ ചെയ്യും. കാരണം ശരീരം കൂടുതൽ ഹെൽത്തി അല്ലാത്ത ഫുഡുകൾ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് ചില കൊച്ചു പ്രായത്തിൽ തന്നെ വയറ് വലുതാവും. കൊച്ചു പ്രായത്തിന് ചില ഉദര രോഗങ്ങളുണ്ടാവും. എപ്പോൾ നോക്കിയാലും ചിലർ ടോയ്ലറ്റിൽ പോയിക്കൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, വലിയ വലിയ അസുഖങ്ങൾക്കും ഇത് കാരണമാകാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് തീർച്ചയായിട്ടും കഴിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് വേണ്ട. ഓ, ഇവന് വേണ്ട എന്നാണ് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിനുള്ള ഫുഡാണ്. എന്തിനുള്ള ഫുഡാണ്? ബ്രെയിനുള്ള ഫുഡ്. ചിലർ പറയും ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഞാനങ്ങ് സ്കൂളിൽ പോയിക്കോളാം, ഇച്ചിരി പാല് മാത്രം മതി എന്ന് പറയുന്ന കൂട്ടുകാരുണ്ടാകാം. ബ്രേക്ക്ഫാസ്റ്റ് തീർച്ചയായിട്ടും നമ്മുടെ ബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്നതിന് തീർച്ചയായിട്ടും സഹായിക്കുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വേണ്ടത് ജങ്ക് ഫുഡല്ല. ജങ്ക് ഫുഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കുറയ്ക്കാൻ എന്തോ ചെയ്യണം. വീട്ടിലെ നല്ല ഭക്ഷണങ്ങൾ അമ്മയോട് ഉണ്ടാക്കി തരാൻ പറയണം. പിന്നെ എനിക്ക് വീട്ടിലെ ഫുഡ് വേണ്ട. ഓ,
പിന്നേന്നൊന്നും പറയുന്ന ആൾ ഭാവിയിൽ എന്തെങ്കിലും അസുഖം ഉണ്ടാകുമ്പം ഇങ്ങനെ തന്നെ പറയണം കേട്ടോ, അങ്ങനെ തന്നെ പറയണം കേട്ടോ. ശരീരത്തിന് ദോഷമാണത്. അത് മാത്രമല്ല കൂട്ടുകാരെ, പല ആഡുകളാണ് നിങ്ങളെ അത് വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ടി വിയിൽ വരുന്ന ആഡുകൾ, മൊബൈലിൽ വരുന്ന ആഡുകൾ, അത്തരത്തിലുള്ള ആഡുകളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡിൻ്റെ താല്പര്യം നമുക്ക് കുറയാം. ചില കൂട്ടുകാർ തമ്മിലും പറയാറുണ്ട്, ആ ഹോട്ടലിൽ പോയി കഴിക്കുന്നത് നല്ലതാ, ഇത് നല്ലതാ, ഈ ഫുഡ് നല്ലതാ എന്നൊക്കെ പറയാറില്ലേ? അങ്ങനെയെങ്കിൽ ചില പ്രൊമോഷൻസ്, മൗത്ത് പബ്ലിസിറ്റി ഒക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേരൻസിനോട് പോയി പറയാറുണ്ട്, ഇന്ന ഹോട്ടലിൽ പോയി കഴിക്കുന്നത് നല്ല, അവിടുത്തെ പൊറോട്ടയും ചിക്കൻ കറിയും നല്ലതാ എന്നൊക്കെ നിങ്ങൾ പറയുമ്പം പേരൻസിനും അത് ട്രബിൾ ആവും. അവർക്ക് ഒരു എക്സ്ട്രാ പെയിൻ എടുത്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരേണ്ടി വരും. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ ജങ്ക് ഫുഡുകളുടെ ഇത്തരത്തിലുള്ള അതിപ്രസരണം ഇന്ന് കുഞ്ഞുങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ശരീര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തന്നെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഇന്ന് ഉണ്ടാകുന്നതിന് ഒരു കാരണമാണ് ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം നൽകിയതാണ് ഈ മനോഹരമായ ശരീരം. അതെ, അത് നന്നായിട്ട് നമുക്ക് കാക്കണം. അയ്യോ, ഇപ്പം നിനക്ക് മനസ്സിലായി അല്ലേ? അങ്ങനെ ദൈവം നൽകിയ ഈ മനോഹര ശരീരത്തെയും, ഈ ശരീരവും ദൈവത്തിൻ്റെ ദാനമാണ്. ആ നല്ല ശരീരത്തെ നമുക്ക് നന്നായിട്ട് കാക്കാൻ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, വീട്ടിലുണ്ടാക്കുന്ന ആവിയിൽ പുഴുങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. നമുക്ക് ശരീരത്തെ നന്നായിട്ട് കാക്കാം. ദൈവം നൽകിയ ദാനമാണ്. താങ്ക് യു, ബൈ. നിങ്ങൾക്ക് വാശിയുണ്ടോ? ഇന്നിപ്പോൾ അച്ചാച്ചൻ പറഞ്ഞ കഥ കേട്ടായിരുന്നോ? ഇഡ്ഡലി ഉണ്ടാക്കി തരുമ്പോൾ എനിക്ക് ഇഡ്ഡലി ഇഷ്ടമല്ല, ഉപ്പുമാവ് ഇഷ്ടമല്ല, ദോശ ഇഷ്ടമല്ല. എന്താണ് നിനക്ക് വേണ്ടത്? നൂഡിൽസ്, ബാർബിക്യൂ, ഷവർമ. വാശിയാ, തന്നില്ലെങ്കിൽ എനിക്ക് ഫുഡ് വേണ്ട. അങ്ങനെയല്ലേ വാശി പിടിക്കുന്നത്? ജോന, ശോഭ അങ്ങനെ വാശി പിടിക്കാറുണ്ടോ? എനിക്കറിയാം, ഇഷ്ടമുള്ളത് കിട്ടിയില്ലെങ്കിൽ ജങ്ക് ഫുഡിന് വേണ്ടി വാശി പിടിച്ച് ഇരിക്കാറുണ്ട്. ഇല്ല, മമ്മിയും പപ്പായും പ്രാർത്ഥനയോടുകൂടെ ഉണ്ടാക്കി തരുന്നത് സന്തോഷത്തോടെ കഴിച്ച് ജീവിക്കാൻ പറ്റണോ? യെസ്, അത് പറ്റുമ്പോഴാണ് ജീവിതം അനുഗ്രഹമായി തീരുന്നത്. അങ്ങനെ ചെയ്യുമോ ഇനി ജുവാന, ശോഭ? ഇല്ല. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. പാടാം, നേടാം. നിങ്ങൾക്കും ആഗ്രഹമില്ലയോ നിങ്ങളുടെ പാട്ടും ഇവിടെ ഇങ്ങനെ പ്ലേ ചെയ്യണമെന്ന്? അങ്ങനെ പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ 2 മിനിറ്റിൽ കുറയാത്ത ഒരു പാട്ട് നന്നായി കാണാപ്പാഠം പഠിച്ച് മൊബൈൽ ഫോൺ ഈ വിധത്തിൽ പിടിച്ച് റെക്കോർഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ അടുത്ത ആഴ്ച നിങ്ങളുടെ പാട്ടായിരിക്കാം പാടാം നേടാം എന്ന പ്രോഗ്രാമിൽ കാണാൻ സാധിക്കുന്നത്. ടിൽ ദെൻ, ടാറ്റാ. പ്രാർത്ഥനകളെന്നും